ചുരുക്കം കാലം മാത്രമായി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സർവകലാശാലയാണ് KTU. ആ സർവകലാശാലയിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ സർവകലാശാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആസ്ഥാനം പോലും പൂർണ്ണമായി ആയിട്ടില്ല, നിർമ്മിച്ചിട്ടില്ല എന്ന സാഹചര്യം നിലനിൽക്കെ തന്നെയും ഒട്ടനവധി കോളേജുകൾ സെൽഫ് ഫിനാൻസിങ്ങിലും മറ്റ് കേപ്പ് ഉൾപ്പെടെയുള്ള വ്യത്യസ്ത രൂപത്തിൽ KTUവിൻ്റെ കീഴിൽ നിലനിൽക്കുമ്പോൾ പരീക്ഷാ നടത്തിപ്പും മറ്റ് അതിൻ്റെ റിസൾട്ടും സർട്ടിഫിക്കറ്റ് ലഭ്യതയുമൊക്കെയും കാലക്രമേണ വൈകിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഓരോ ഘട്ടത്തിലും വൈകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ വിദ്യാർത്ഥികൾക്ക് മേൽ പക്ഷേ ഗുരുതരമായ IIT IIM നിലവാരത്തിൽ പ്രവർത്തിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാനത്ത് രൂപീകരിക്കപ്പെട്ടൊരു സർവകലാശാല അതിൻ്റെ ഏഴയലത്ത് എത്തിയില്ല എന്ന് മാത്രമല്ല, സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ ചട്ടുകമായി കഴിഞ്ഞ കുറേ കാലത്ത് ഗവർണർ നേരിട്ടിടപെട്ട് ഗവർണറുടെ RSS പരീക്ഷണശാലയാക്കി മാറ്റാൻ ശ്രമിച്ചിട്ടുള്ള KTUവിനെ ഇന്ന് വിദ്യാർത്ഥികൾക്കുള്ള കുരുതിക്കളമാക്കാനുള്ള ശ്രമമാണ് ഉണ്ടാകുന്നത്. ഇവിടെ ഇയർ ഔട്ട് എന്നൊരു സംവിധാനം നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു സംവിധാനമാണ്. എന്നേക്കുമായി അത് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് SFIക്ക് വേണ്ടി ആദ്യം തന്നെ പറയാനുള്ളത്. അത് അവസാനിപ്പിക്കുന്നത് വരെയും ഈ സമരത്തിൽ SFI ഉണ്ടാകും എന്നുള്ളതാണ് ആദ്യം തന്നെ വിദ്യാർത്ഥികൾക്ക് തരാനുള്ള ഉറപ്പ്. ഇതിലിപ്പോൾ 2018 അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന റെഗുലേഷനിലെ വിദ്യാർത്ഥികളുടെ കാര്യമാണ് സുപ്രധാനമായൊരു വിഷയം. അതോടൊപ്പം തന്നെ ഇനി അങ്ങോട്ടേക്ക് വരുന്ന ഇയർ ഔട്ട് സംവിധാനം ബാധിക്കാൻ വേണ്ടി പോകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ആ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രജിസ്ട്രാറെ കാണാൻ ഇടയുണ്ടായി. ഇവിടെ VC ഇപ്പോൾ ഇല്ല. ആ VC വരുന്ന ദിവസത്തിൽ ഈ വരുന്ന 27-ാം തീയതി ഈ വിഷയത്തിൽ മാത്രമായി ചർച്ച ചെയ്ത് വളരെ പോസിറ്റീവായ ഒരു തീരുമാനത്തിലേക്ക് അത് എത്തിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള തീരുമാനമാണ് ആദ്യമായി തന്നെ ഇയർ ഔട്ട് സംവിധാനത്തെ സംബന്ധിച്ചുള്ള ഒരു ചർച്ച 27-ാം തീയതി SFIക്കാരോട് മാത്രമായി നമ്മൾ നടത്തിയ സമരത്തിൻ്റെ ഭാഗമായി നിങ്ങളുടെ വിദ്യാർത്ഥികൾ KTUവിലെ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ചർച്ച നടത്തും. അതിൻ്റെ ഭാഗമായി ഇയർ ഔട്ടിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഈ ഘട്ടത്തിൽ ഈ വർഷ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വരുന്ന അവസാന വർഷ വിദ്യാർത്ഥികളെ ബാധിക്കാൻ പോകുന്ന വിഷയമാകുന്നതുകൊണ്ട് തന്നെ ആ വർഷ വിദ്യാർത്ഥികൾക്കും തുടർച്ചയിൽ ഇയർ ഔട്ട് എന്ന സമ്പ്രദായം ഈ യൂണിവേഴ്സിറ്റി റെഗുലേഷനിൽ നിന്ന് എടുത്തു മാറ്റുന്നത് വരെയുമുള്ള സമരത്തിലേക്കും അതിൻ്റെ ഭാഗമായ ആദ്യഘട്ട തീരുമാനം 27-ാം തീയതി ഉണ്ടാകും എന്നുള്ളതാണ് നിങ്ങളോട് ആദ്യഘട്ടമായി പറയാനുള്ളത്. ഇതാണ് ഇയർ ഔട്ടുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, രാജ്യത്തെവിടെയും ഇല്ലാത്തൊരു നിയമം ഇവിടെയുണ്ട്. സുഖമില്ലാതായാൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ ആ സർട്ടിഫിക്കറ്റ് എടുക്കുന്നില്ല, പകരം കണ്ടോണേഷനാണ്. കണ്ടോണേഷൻ എന്ന് പറയുമ്പോൾ 2400 രൂപയൊക്കെ ഒരു കുട്ടി കൊടുക്കേണ്ടി വരികയാണ്. അതിൻ്റെ വിഷയം എന്താണ്? അതിന് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറയുകയാണ് ഇത്ര അധികം ഫീസ് വെക്കാനുള്ള കാരണം കുട്ടികൾ ദുരുപയോഗം ചെയ്യില്ല എന്നുള്ളതാണ്. ഏത് ലോകത്താണ് ഇവർ ജീവിക്കുന്നത്? പണം കൂടുതലുള്ള ആളുകൾക്ക് ഈ പണം കൊടുത്ത് ഇതിനെ ദുരുപയോഗം ചെയ്യാൻ കഴിയില്ലേ? ഇപ്പോൾ സാധാരണക്കാരൻ എപ്പോഴും ഇത് ബുദ്ധിമുട്ടണമെന്നാണോ? മനുഷ്യരുടെ ഉള്ളിലെ ഈ അസമത്വം ഒരു കാലത്തും അവസാനിക്കാത്ത വിധത്തിൽ ഈ ഉദ്യോഗസ്ഥന്മാരുടെ തലയിലും പിടിച്ചിരിക്കുകയാണ്. അതിൻ്റെ ചില ആളുകൾ പോലീസിൻ്റെ കൂട്ടത്തിലുണ്ട്. ഒരു പോലീസന്മാർ ചോദിക്കുന്ന കേട്ടോ, എന്താണ് സാറിനൊന്നും വിളിക്കൂലേ, എന്തോ സല്യൂട്ട് അടിക്കണോ? കൊളോണിയൽ സംസ്കാരത്തിൻ്റെ ഭാഗമായി നിങ്ങളുടെ തലച്ചോറിലുള്ള സാധനം കുട്ടികളുടെ തലയിൽ അടിച്ചേൽപ്പിക്കരുത്. കുട്ടികൾ നല്ല സമത്വബോധമുള്ളവരാണ്, മതനിരപേക്ഷ ബോധ്യമുള്ളവരാണ്. ഒരു കാര്യം ഞങ്ങൾ പറയാം, ഈ പറഞ്ഞ കണ്ടോണേഷൻ സമ്പ്രദായവും എടുത്തു മാറ്റുന്നത് വരെയും അത് മാറ്റാനുള്ള തീരുമാനം കൂടി അതിൻ്റെ ഭാഗമായി ഈ ദിവസങ്ങളിൽ ഉണ്ടാകും, ഈ 27-ാം തീയതിയുടെ യോഗത്തിൽ ഉണ്ടാകും എന്നുള്ളത് കൂടി വിദ്യാർത്ഥികളുടെ ഭാഗമായി ഞങ്ങൾ അറിയിക്കുകയാണ്. മറ്റൊന്ന് ആക്ടിവിറ്റി പോയിൻ്റാണ്. ആക്ടിവിറ്റി പോയിൻറ്റുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ നിലനിൽക്കുന്നത് 120 പോയിൻ്റ് ഒരു വിദ്യാർത്ഥി നേടിയെടുക്കണം അവരുടെ കോഴ്സ് കഴിയുന്നതിനിടയിൽ. അപ്പോൾ 120 പോയിൻ്റ് നേടിയെടുക്കാൻ നല്ല നിലവാരം പുലർത്തുന്ന ഒരു വിദ്യാർത്ഥിക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ അയാൾ വീണ്ടും ഒരു വർഷം കൂടുതൽ ഇവിടെ പഠിക്കണം. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. മുന്നേ ഉണ്ടായിരുന്ന റെഗുലേഷനിൽ മാറ്റം വന്നിട്ടുണ്ട്. ആ റെഗുലേഷൻ പുനഃപരിശോധിച്ച് അതിലും മാറ്റം വരുത്തണം എന്നുള്ളതാണ് SFIക്ക് വേണ്ടി മൂന്നാമതായി ഒരാവശ്യം മുന്നോട്ട് വെക്കാനുള്ളത്. അതോടൊപ്പം ഇവിടുത്തെ പരീക്ഷാ സംവിധാനം, ആ പരീക്ഷാ സംവിധാനത്തെ സംബന്ധിച്ചും കൃത്യമായിട്ടുള്ള ആലോചനകൾ നടത്തിയിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങളൊക്കെയും 27-ാം തീയതി ഇവിടുത്തെ VCയും ഈ കേരളത്തിലെ സുപ്രധാനമായ ചില VCകളുടെ ഒരു പ്രവണത, എപ്പോഴൊക്കെ സമരം നടക്കുന്നോ അപ്പോഴൊക്കെ സമരത്തിൻ്റെ 5 മിനിറ്റ് മുമ്പ് ഓഫീസിൽ നിന്ന് ഓടി രക്ഷപ്പെടും. അതാണ് കാലിക്കറ്റിൻ്റെ VC ആണെങ്കിലും കേരള VC ആണെങ്കിലും KTUവിൻ്റെ VC ആണെങ്കിലും ഞങ്ങളുടെ ഒരു അനുഭവം. ആ അനുഭവം സ്വാഭാവികമായി ഉള്ളതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് മാർച്ച് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ SFIയുടെ സമര വിജയമായി തന്നെ ഞങ്ങൾ കാണുന്നു. 27-ാം തീയതി
ഒരു സർവകലാശാലയുടെ VC-യെ സംബന്ധിച്ചിടത്തോളം സർവകലാശാലയിൽ ഉണ്ടാവുക എന്നുള്ളതാണ് അടിസ്ഥാനം. പക്ഷേ ഇവരൊന്നും ഇവിടെ ഇല്ല എന്നുള്ള പ്രശ്നം നിലനിൽക്കുകയാണ്. ഇതിനെ ചോദ്യം ചെയ്യാൻ ഒരു ഗവർണറെയും കാണുന്നില്ല, ഇതിനെ ചോദ്യം ചെയ്യാൻ ഒരു UDF-ന്റെ മന്ത്രിയെയും കാണുന്നില്ല. റോസി ഈ പറഞ്ഞതുപോലെയുള്ള നമ്മുടെ കേരളത്തിൽ നിന്ന് നിലനിൽക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാകട്ടെ, റോജി എം ജോൺ ആവട്ടെ, അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി ആവട്ടെ, അവർക്കൊന്നും ഇതൊരു പ്രശ്നമല്ല. സർവകലാശാലയിൽ ആരുമില്ലെങ്കിലും ഇതൊക്കെ സർവകലാശാല RSSന്റെ കൈകളിലേക്ക് കൊടുത്തിട്ടാണ് ഉള്ളതെങ്കിൽ സ്വാഭാവികമായും കുട്ടികളെ കൊണ്ട് ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ബുദ്ധിമുട്ട് സഹിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയിട്ടാണുള്ളത്. അതെന്തായാലും അനുവദിക്കാൻ കഴിയില്ല. ഈ വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെയുമുള്ള പ്രാരംഭ ചർച്ചയ്ക്കപ്പുറത്തേക്ക് ഒരു തീരുമാനമെടുക്കുന്ന യോഗമായി 27-ാം തീയതിയുള്ള യോഗം മാറും. ഇയർ ഔട്ട് സംവിധാനം പൂർണ്ണമായും ഇവിടുന്ന് മാറും. തുടർച്ചയുള്ള മറ്റു വിഷയങ്ങൾ ഉൾപ്പെടെ പരീക്ഷാ നടത്തിപ്പ്, സപ്ലിമെൻ്ററി വിഷയം, ഇതൊക്കെയും ഏറ്റെടുത്തുകൊണ്ടുള്ള തുടർച്ചയുള്ള ഇടപെടൽ KTUവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ വിഷയത്തെ സംബന്ധിച്ച് ഈ ചർച്ചയാണ് രജിസ്ട്രാർ ഇപ്പോൾ ചുമതലയുള്ള രജിസ്ട്രാറുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിയത്.